ഹലോ, വെൽക്കം ടു നിതീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ചെടി ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ഇതിനെ നോക്കാനുള്ള ടൈമില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ ഈ പോട്ടിംഗ് മിക്സ് ഒരു വർഷത്തേക്ക് കണക്കാക്കിയിട്ട് ഉണ്ടാക്കുന്ന മിക്സാണ്. 1 ഇയർ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പോട്ടിംഗ് മിക്സിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുള്ളൂ. അപ്പം ഓൾറെഡി നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഞാൻ ഈ പോട്ടുകളൊക്കെ ഇങ്ങനെ താഴേക്ക് എടുത്തിട്ട് ചെയ്തിട്ട് ഇപ്പം ഒരുപാട് നാളായി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജൂലൈയിലാണ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്തവണ മഴയുടെ മുന്നേ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആ പ്ലാന്റിന് വേണ്ടുന്ന എല്ലാ എലമെൻസും റിച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഫംഗൽ ഗ്രോത്ത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം വെച്ചാൽ അതും ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് നല്ല പോട്ടിംഗ് മിക്സാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ 1 ഇയറിലേക്ക് നമ്മൾ ആ പോട്ടിലേക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട, പ്ലാന്റ് ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു മിക്സാണ് ഇവിടെ കാണുന്നത്. ഈ വൈറ്റ് കാണുന്ന ഡോളമൈറ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് കാണാം വൈറ്റ് ഒരു പാക്കറ്റ് കാണാം. ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ചുവപ്പം വരുന്നുണ്ട് വീഡിയോ എടുക്കാൻ എന്ന് പറയുന്നതാണ്. അപ്പം ഇതാണ് പോട്ടുകൾ. ഈ പോട്ടുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം 1 ഇയർ ആയിട്ടുണ്ടാവും ഇത് പുറത്തെടുത്തിട്ടെന്ന്. കാരണം അതിൽ പച്ച കളറിലും ചുവപ്പ് കളറിലൊക്കെ ആയിട്ടുള്ള നല്ല സ്റ്റെയിനുകളുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് എല്ലുപൊടി നമ്മൾ ഫോസ്ഫറസ് ആണ് റിച്ച് ആയിട്ടുള്ളത്. പിന്നെ ചാണകപ്പൊടിയിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തണുപ്പും വരും. അതുപോലെ ഫംഗൽ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കൊക്കോപീറ്റും അതുപോലെ ചാണകപ്പൊടി. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പം ഡോളമൈറ്റ് ഈ ഒരു പാക്കറ്റ് നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യുക. കാരണം കുമ്മായം ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നാളത് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായത് കാരണം ഡോളമൈറ്റ് ആഡ് ചെയ്യുക. ഡോളമൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊക്കോപീറ്റ് ആഡ് ചെയ്യുമ്പോഴും ചാണകപ്പൊടിയോ ആഡ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു തരം ഫംഗലുണ്ട്, അത് നമുക്ക് വരില്ല. പിന്നെ ഡോളമൈറ്റിൻ്റെ അടുത്തൊരു കവറിൽ നിങ്ങൾക്ക് കാണാം, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഞാനൊരു കത്തിയുടെ തറ്റം വെച്ചിട്ട് ചെറുതായിട്ട് എടുക്കുന്നുണ്ട്. റെഡ് അല്ല, ഒരു പിങ്കിഷ് കളറിൽ കാണാം. അത് പൊട്ടാഷ്യാണ് കേട്ടോ, പൊട്ടാഷ്. അത് നമ്മൾ ചില പ്ലാന്റ്സിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ അതിൻ്റെ റൂട്ടിലൊന്നും കൊണ്ടുപോയി ആഡ് ചെയ്യരുത്, കുറച്ച് വിട്ടിട്ട് വേണം. പോട്ടിലാണെങ്കിലും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള പോട്ടിൽ തന്നെ ഒരുപാട് മണ്ണുകളുണ്ട്. നമ്മൾ ചേരിച്ചവറൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത മണ്ണുകളാണ്. ആ മണ്ണിലേക്ക് തന്നെയാണ് ഇതൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്നത്. ഞാൻ പുറത്തുനിന്ന് മണ്ണ് എടുക്കുന്നില്ല, ബിക്കോസ് എൻ്റെ കയ്യിൽ ഓൾറെഡി അത്രയും മണ്ണ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മണ്ണില്ല എങ്കിൽ ഏറ്റവും നല്ലത് പുതിയ മണ്ണ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നല്ല പുതിയ മണ്ണ് കിട്ടുന്നവർക്ക് പുതിയ മണ്ണ് കിട്ടുകയാണെങ്കിൽ അതിൽ മൈക്രോ ന്യൂട്രിയൻസും കൂടി ഉണ്ടായിരിക്കും. ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് ഇതിലുണ്ടായിരിക്കില്ല, ബിക്കോസ് അതൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്യുന്നതിൽ നിന്നും പ്ലാന്റ് അത് വലിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ എല്ലുപൊടി ആഡ് ചെയ്യുന്നുണ്ട്, ചാണകപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഡോളമൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റൂട്ടിംഗ് മിക്സിൽ നമ്മളെപ്പോഴും എയറേഷൻ ഉണ്ടാവുന്ന രീതിയിൽ മണ്ണ് വളരെ ഫ്രീ ആയിരിക്കണം. അതിന് നമുക്ക് മണലുള്ളവർക്ക് മണൽ ആഡ് ചെയ്യാം. നമുക്കിവിടെ മണലൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ അധികവും കൊക്കോപീറ്റ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ അതിലേക്ക് ഞാൻ പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില പ്ലാന്റ്സിന് പൊട്ടാഷ് വേണം, കാരണം ഇപ്പം നമ്മുടെ സ്നേക്ക് പ്ലാന്റൊക്കെ അത്രയും നല്ല രീതിയിൽ വരുന്ന പ്ലാന്റാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ഈ കാണുന്ന ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഈ ബുഷിയായിട്ട് കാണുന്നത്, അതുപോലെ നമുക്കറിയാം സ്റ്റെമ്മ് കുറച്ച് വണ്ണം വരുന്ന ഏത് പ്ലാന്റ് ആണെങ്കിലും തിക്കായിട്ട് വരുന്നതാണെങ്കിലും കുറച്ച് പൊട്ടാഷ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇത്രയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബയോ പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ട് ബോൾസ് ആയിട്ടും കിട്ടും കേട്ടോ, അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ NPK ഒക്കെ ആണെങ്കിൽ സ്പ്രേ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, അത് നമുക്ക് സ്പ്രേ ചെയ്യാം. ഞാനിപ്പം ഇതൊന്നും ചെയ്യുന്നില്ല, ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് പൊട്ടാഷ്. ഞാനിങ്ങനെ സൈഡിലായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ ചെടിയുടെ. ഇത്രയും മാത്രമാണ് ഞാൻ ഈ ഒരു മിക്സിൽ ആഡ് ചെയ്യുന്നത്. ഈ ഒരു മിക്സ് ഞാൻ 1 ഇയറിലേക്ക് എടുക്കുന്നതാണ്. ഇത് കണ്ടോ, ഈ ചെടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ റൂട്ട് കട്ട് ചെയ്തിട്ട് തിരിച്ചും ഞാൻ അതിലേക്ക് തന്നെയാണ് വെക്കുന്നത്. ഞാൻ വലിയ പ്ലാന്റ് എടുക്കുന്നില്ല. പിന്നെ പുറത്ത് ബാത്റൂം ഉള്ളവരാണ്, ഒരുപാട് പ്ലാന്റ്സ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയത് എല്ലാം കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിടാം. വർഷത്തിലൊരിക്കലും മാത്രമല്ലേ നമ്മൾ ഈ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സോപ്പ്, ഡിറ്റർജൻറ്റ് തന്നെ വേണം, എന്നാലാണ് പെട്ടെന്ന് സ്റ്റെയിന് പോകുക. കാരണം ഇപ്പോൾ ഞാൻ ഓൾറെഡി എടുത്തിട്ട് 1 ഇയറൊക്കെ ആയല്ലോ. എന്നിട്ട് ഈ പോട്ടിൽ നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് കോട്ടൻ്റെ തുണി എടുത്തിട്ട് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. എന്നിട്ട് ഷവർ ചെയ്തതിന് ശേഷം പോട്ടൊന്ന് മെല്ലെ ഉണങ്ങിയ കോട്ടൺ ക്ലോത്ത് കൊണ്ട് തുടച്ച്, ഞാനിപ്പോൾ കിച്ചണിലേക്കാണ് കേട്ടോ അപ്പോൾ ഒന്നായിട്ട് കയറ്റി വെച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് ബാൽക്കണിയിൽ കൊണ്ടുവയ്ക്കുന്നവർക്ക് ബാൽക്കണി കൊണ്ടുവയ്ക്കാം, സിറ്റ് ഔട്ടിൽ കൊണ്ടുവയ്ക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിലോ ഇഷ്ടമുള്ളിടത്തേക്ക് വെക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കാം.